പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എല്ലാവരും വളരെ യുണീക്കായിട്ട് ദൈവം മെനഞ്ഞെടുത്തത്, ഡിവൈൻലി വോവണ ഒരു കഴിവും തന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിലുള്ള ധൈര്യവും നന്മയും കരുണയും കൊണ്ടൊക്കെ ഈ ലോകത്തെ ഇരുട്ട് നിങ്ങൾ മാറ്റണം. ഞാൻ പറയട്ടെ, നമ്മൾ മാറ്റണം. ഈ ലോകത്തെ ലൈറ്റപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം. അനേക പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഞാൻ പറയും, അൺകണ്ടെയ്നബിൾ പൊട്ടൻഷ്യലാണ് ദൈവം ഓരോരുത്തർക്കും തന്നിരിക്കുന്നത്. നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് കർത്താവ് ഒരു ലക്ഷ്യം കണ്ടുകൊണ്ട്, ഒരു പേർപ്പസ് ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഷൈൻ ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം എന്തിനു വേണ്ടി നമ്മെ സൃഷ്ടിച്ചോ അത് ജീവിതത്തിലൊന്ന് മനസ്സിലാക്കിയെടുത്തിട്ട് ഉറച്ച വിശ്വാസത്തോടെയും പ്രത്യാശയോടും കൂടെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനും അനേകരെ വിശ്വാസത്തിലേക്ക് ലീഡ് ചെയ്യാനും ഒക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയട്ടെ. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 8:35 റോമൻസ് ചാപ്റ്റർ 8:35. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. നമ്മൾക്കൊക്കെ അൺകണ്ടീഷണൽ ലവിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാകും. പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുമല്ലേ. നമ്മൾ ഒരു പേ ചെക്ക് റിസീവ് ചെയ്യുക, അതെന്തിനാണ് ബേസ് ചെയ്യുന്നറിയാമോ? നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ക്വാളിറ്റി അനുസരിച്ചാണ്. അങ്ങനെ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് എപ്പോഴാണ്? ഈച്ച് പേഴ്സൺ ഇഷ്ടനായിട്ട് പ്രത്യക്ഷമായി കഴിയുമ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ചാമിങ്ങായിട്ട് തോന്നുമ്പോൾ ആണ് അല്ലേ. അപ്പോൾ മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യുവാനും മറ്റുള്ളവർക്ക് നമ്മിലൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാനും തക്കവണ്ണം ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ചെയ്യുന്ന ആ ജോലികളുണ്ടല്ലോ, അത് ഡിറ്റർമിൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമുക്കൊക്കെ എത്ര സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ളത്. ഞാനൊരു കാര്യം പറയാം, എല്ലാ സോഷ്യൽ സെറ്റിങ്സും നമ്മുടെ ജീവിതത്തിലുള്ളത് നാം പെർഫോം ചെയ്യുന്നത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുവാനായിട്ട് അല്ലേ? എന്ത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട്? അതേ മക്കളെ, അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹം, അതിൻ്റെ കൺഫെസ്റ്റ്. കുഞ്ഞെ, നീ നിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, റിലേഷൻഷിപ്പിനകത്തുള്ളത്, ബന്ധങ്ങളിലൊക്കെയുള്ള നിൻ്റെ കഴിഞ്ഞ കാല അനുഭവങ്ങളെ നീ നോക്കുമ്പോൾ നീ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം ഒരു ഫാൻറ്റസി അല്ല, റിയാലിറ്റിയില്ല. പ്രൈസ് ഗോഡ്. അത് റിയാലിറ്റിയിൽ അനുഭവിപ്പാൻ തക്കവണ്ണം കഴിയണം. കൂടെയുള്ളവരോട് അൺകംഫർട്ടബിളായിട്ട് ഒരു കാര്യമില്ല. മറ്റുള്ളവർ ചോദിക്കുവാനിട വരരുത്. ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ആൻഡ് ഡിഫിക്കൽട്ട് ടൈം ക്രിയേറ്റ് ചെയ്യരുത്. ഓവർ അച്ചീവറായിട്ട് അഭിനയിക്കുകയും വേണ്ട കേട്ടോ. കർത്താവ് പറയണം, വെൽ ഡൺ മൈ ചൈൽഡ് എന്ന് പറയുമോ? യേശുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നത് നമുക്കറിയാം. ഏത് കഷ്ടങ്ങളിലും ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ, നമ്മുടെ സ്നേഹം ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മെ അവൻ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ നമ്മെ എപ്പോഴാണ് തിരഞ്ഞെടുത്ത്? നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അല്ലേ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. ഗോഡ് ഈസ് ലവ്.
അപ്പോൾ ആ സ്നേഹം അവൻ നമുക്ക് മുഴുവനായി തന്നിരിക്കുക. കാരണം അവൻ തന്നെ സ്നേഹമാണ്. അവനൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ അവൻ പകർന്നു തരുന്ന സ്നേഹത്തിന് ഷോർട്ടേജ് വരുത്തുകയില്ല. പക്ഷേ നമ്മുടെ പാപവും നമ്മുടെ തെറ്റുകുറ്റങ്ങളും നമ്മുടെ തോൽവികളും നമ്മുടെ ഹാർട്ട് ബ്രേക്സുമൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ദൈവസ്നേഹത്തെ അങ്ങ് വീക്കൻ ചെയ്യും. ദൈവത്തിൽ നിന്ന് അകന്ന് ഈ ലോകജീവിതവാസം മുഴുവൻ കഴിക്കാമെന്ന് വിചാരിച്ചാൽ അവൻ്റെ എക്സിസ്റ്റൻസിനെ പോലും ഡിനൈ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ, ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിലും അവൻ നിന്നെ സ്നേഹിക്കും. ഹി വിൽ ഫോർ എവർ ലവ് യു. നമ്മളോടുള്ള അവൻ്റെ ആ സ്നേഹമുണ്ടല്ലോ, നമുക്കത് റിവോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവൻ ഓരോ ദിവസം കഴിയും തോറും അവൻ്റെ സ്നേഹത്തിന് വ്യത്യാസം വരത്തില്ല. അവന് സ്നേഹം നമ്മളിൽ പകർന്നു തന്നത് അൺകണ്ടീഷണലായിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, അവൻ്റെ സ്നേഹം നിൻ്റെ മേൽ വീഴുവാൻ തക്കവണ്ണം നീ എന്തെങ്കിലും ചെയ്തോ അവന് വേണ്ടി? എന്തെങ്കിലും അവന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അബ്സല്യൂട്ട്ലി നത്തിങ്. അവൻ നമ്മളെ സിമ്പിളായിട്ട് അവനങ്ങ് സ്നേഹിച്ചു. അതും എങ്ങനെ? ഓൾവേസ്, എപ്പോഴും, പെർഫെക്റ്റ്ലി ആൻഡ് കംപ്ലീറ്റ്ലി. നമ്മൾ ഈ വലിയ സത്യത്തിന് നമ്മുടെ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുത്താൽ നമ്മൾക്ക് ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശയും സ്നേഹവും എല്ലാം വർദ്ധിക്കും. നമ്മൾ അവനെ നകന്നു പോകുവാൻ ഒരിക്കലും ശ്രമിക്കത്തില്ല. പറ്റിയിരിപ്പാൻ, അവനെന്നോട് പറ്റിയിരിക്കാൻ ഞാനെന്നെ വിടുവിക്കും, അവനോട് ചേർന്ന് നിന്ന് വിടുതൽ പ്രാപിപ്പാൻ തക്കണം നമുക്ക് കഴിയണം. ജീവിതത്തിൽ ഷെയിം വരാം, നാണക്കേടുകൾ പലതും പല വിധത്തിൽ വന്ന് ദൈവത്തോടുള്ള സ്നേഹം പോലും നഷ്ടപ്പെടുത്തക്ക വിധത്തിൽ നമ്മുടെ നേരെ ചോദ്യചിഹ്നങ്ങൾ ജീവിതം ഉയർത്തിയേക്കാം. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ആ അൺകണ്ടീഷണൽ സ്നേഹമുള്ളതുകൊണ്ട് അതെല്ലാ മേഖലകളിൽ കൂടി നോക്കിയാലും അത് കംപ്ലീറ്റായിട്ടുള്ളൊരു സ്നേഹമായതുകൊണ്ട് വളരെ സ്വാതന്ത്ര്യത്തോടെയും സമാധാനത്തോടെയും ദൈവത്തിലെ നിനക്ക് ജീവിക്കാൻ പറ്റുന്നില്ലേ? ദൈവത്തിൻ്റെ സ്നേഹം പെർഫെക്റ്റാണ്. ക്രൂശിൽ അവൻ തൻ്റെ അന്തിമ സാക്രിഫൈസ്, അൾട്ടിമേറ്റ് സാക്രിഫൈസ് ക്രൂശിൽ താൻ ചെയ്തു. എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ്റെ ആ ക്രൂശിലെ പ്രവൃത്തി, ക്രൂസിഫിക്കേഷൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ കഴിയണം. കർത്താവേ, നീ എന്നെ പെർഫെക്റ്റായിട്ട് സ്നേഹിച്ചതിനായിട്ട് നന്ദി 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 എന്ന് പറയുവാൻ ദൈവവേദനയിൽ കഴിയുമോ? ദൈവം സൗന്ദര്യം തന്നിട്ടുണ്ട് അല്ലേ? ഏതെല്ലാം വിധത്തിലുള്ള ഇൻഡസ്ട്രി ഉണ്ട്. അതൊക്കെ നമ്മുടെ ഫാമിലിയൊക്കെ നമ്മുടെ ചൈൽഡ്ഹുഡൊക്കെ നാം കടന്നു പോകുന്ന കാലം ഓർക്കുമ്പോൾ ഒത്തിരി വളഞ്ഞ വഴിയിൽ കൂടി പോകേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി വേദനിച്ച വഴികൾ കൂടി പോകേണ്ടി വന്നിട്ടുണ്ട്. നമ്മളെ തകർത്ത് കളയുന്നത് പോലെ കൊടുങ്കാറ്റ് ചീറി അടുത്തിട്ടുണ്ട്. ദൈവം തന്നിരിക്കുന്ന ആ യുണീക്ക് ബ്യൂട്ടി ഉണ്ടല്ലോ ദൈവവേദിലെ, നീ അത് റീക്ലെയിം ചെയ്തെടുക്കണം. കഷ്ടപ്പാട് വരുമ്പോൾ, ബദ്ധപ്പാട് വരുമ്പോൾ നമ്മളാകെപ്പാടെ വൈകൃതമാകും അല്ലേ? ഞാൻ പറയുന്ന ബ്യൂട്ടി ഇവിടുത്തേത് ഒരു സൈസോ അല്ലെങ്കിൽ സ്കിൻ കളറോ ഫേഷ്യൽ സ്ട്രക്ചറോ ബോഡി ടൈപ്പോ ഒന്നുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടല്ല പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, വി ആർ മാഗ്നിഫിഷ്യൻറ്റ് ക്രിയേഷൻസ്, ഈച്ച് ആൻഡ് എവ്രി വൺ മോൾഡഡ് ആൻഡ് ഫാഷൻഡ് യുണീക്ക്ലി. മനസ്സിലാക്കണം, ആരാ അങ്ങനെ മോൾഡ് ചെയ്തതും ഫാഷൻ ചെയ്തതും? നമ്മുടെ സൃഷ്ടാവ് തന്നെ. Beauty is living a life worthy of who we are as children of God. Lives of love, courage, hope, joy and peace and justice. ഒരു പെർഫെക്റ്റ് സെൽഫി പോസ്റ്റ് ചെയ്യുന്നതിലല്ല ഞാനിങ്ങനെ പറയുന്നത്. നമ്മുടെ
ഏത് വിധ വിഷയങ്ങൾ നമ്മുടെ ശരീരത്തോടുള്ള ബന്ധത്തിൽ വന്നാലും, ഈവൻ പ്രഗ്നൻസി വെയിറ്റ്, അതൊക്കെ ഷെഡ് ചെയ്ത് നമ്മെ തന്നെ കർത്താവിന് പ്രയോജനമുള്ളൊരു മാനപാത്രമായി തീർന്ന് ജീവിപ്പാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഓരോ ദിവസവും കൃപ ജോലി ചെയ്യാൻ ആവശ്യമാണ്, കൃപ ആവശ്യമാണ്. നമ്മൾ തമ്മിൽ ഡിവോട്ടഡ് ആയിരിക്കണം. ഡിഫിക്കൽട്ടി ടൈംസ് എല്ലാവർക്കും ഏത് സമയവും കടന്നു വരാം, ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരാം. അങ്ങനെ വരുമ്പോഴും തമ്മിൽ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് ജീവിപ്പാൻ കഴിയണം. അല്ലാണ്ട് കവർ വെക്കുകയല്ല വേണ്ടത്. അങ്ങനെ എന്താണ് ശരിയെന്നുള്ളത് മനസ്സിലാക്കി ആ ശരികളിലേക്ക് ജീവിതം കൊണ്ടുവരണം. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് പോലും തണുപ്പേകുന്ന, മറ്റുള്ളവർക്ക് പോലും കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു ജീവൻ നയിപ്പാൻ്റെ ഗുണം ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ഓൾ ടുഗദർ നീ വിശ്വസിക്കേണ്ടത്, ഞാൻ യുണീക്കാണ്, ഞാൻ ബ്യൂട്ടിഫുള്ളാണ്. എത്ര ശത്രുവിനെ പിടിച്ച് കൊണ്ടുപോയി നശിപ്പിക്കാൻ നോക്കിയാലും എല്ലാ നന്മകളും റീക്ലെയിം ചെയ്ത് ഞാൻ ദൈവസന്നിധിയിൽ എടുക്കുമെന്ന് ഒരു തീരുമാനം വേണം. അതിന് ദൈവം സഹായിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നെ കൊണ്ട് നീ സഹായിക്കണമേ. കർത്താവ് ധന്യമാക്കി കൊടുക്കണമേ. ദൈവത്തിൽ നിന്നുള്ള കൽപ്പന പോലെ ജീവിപ്പാൻ്റെ ഗുണം നീ അവരെ സഹായിക്കണം. കുടുംബമായി കർത്താവ് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.